പാലക്കാട് സുൽത്താൻപേട്ട് രൂപത 10ാം വർഷത്തിൽ. പാലക്കാടിന്റെ മണ്ണിൽ പ്രേക്ഷിത വഴിയിൽ 10 വർഷം പൂർത്തിയാക്കി സുൽത്താൻപേട്ട് രൂപത. 30ഓളം ഇടവകകളായി 40,000-നടുത്ത് വിശ്വാസികളാണ് ഈ ലത്തീൻ കത്തോലിക്ക രൂപതയിൽ ഉള്ളത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഒട്ടേറെ ദേവാലയങ്ങളും 3 സ്കൂളുകളും രൂപതയിൽ സ്ഥാപിക്കുകയുണ്ടായി. 10ാം വർഷത്തിനോടനുബന്ധിച്ച് നടന്ന കൃതജ്ഞതാ ദിവ്യബലിക്ക് രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബീർ അന്തോണിസ്വാമി കാർമ്മികത്വം വഹിച്ചു. 2014 ഫെബ്രുവരി 16-നാണ് സുൽത്താൻപേട്ട് രൂപതയുടെ ഉദ്ഘാടനവും അധ്യക്ഷനായി നിയമിച്ച ഡോക്ടർ പീറ്റർ അബീർ അന്തോണിസ്വാമിയുടെ മെത്രാഭിഷേകവും നടന്നത്. 1650കളിലാണ് തമിഴകത്തിന്റെ ദിണ്ടിഗൽ, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ എന്നിവിടങ്ങളിലെ കത്തോലിക്കർ പാലക്കാട്ടേക്ക് കുടിയേറി പാർത്തു തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ കൊച്ചി രൂപതയുടെ കീഴിൽ മധുര, മൈസൂർ മിഷനിൽ നിന്നും വന്ന ഈശോ സഭ വൈദികരാണ് ഈ മേഖലയിൽ സേവനം ചെയ്തിരുന്നത്. പാലക്കാട് ആദ്യമായി ക്രൈസ്തവ ദേവാലയം നിലവിൽ വരുന്നത് ഈശോ സഭ വൈദികരുടെ പ്രവർത്തനത്താലാണ്. ഈശോ സഭ വൈദികനായിരുന്ന ഫാദർ ഫ്രാൻസിസ്കോ സെവേറിയോ പവോനിയാണ് ഈ മേഖലയിലെ ആദ്യകാല മിഷൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് ഈ പ്രദേശം പോണ്ടിച്ചേരി മിഷന്റെ കീഴിൽ പാരീസ് മിഷൻ വൈദികർ ഏറ്റെടുത്തു. പിന്നീട് കോയമ്പത്തൂർ രൂപതയുടെ കീഴിലുള്ള വൈദികരാണ് പാലക്കാട് ജില്ലയിലെ സ്ഥലങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് മാർഗനിർദ്ദേശം നൽകിയത്. കോയമ്പത്തൂർ, കോഴിക്കോട് രൂപതകളെ വിഭജിച്ചാണ് പാലക്കാട് കേന്ദ്രമായി പുതിയ രൂപത വന്നത്. നഗരഹൃദയത്തിലുള്ള പാലക്കാടിന്റെ അമ്മ പള്ളിയായ സെന്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രലാണ് ആസ്ഥാന ദേവാലയം.